അരുൺ കൊടുങ്ങൂറിലേക്ക് പോവുകയാണ്. അരുൺ, നമുക്കറിയാം മണ്ണിടിച്ചിലുണ്ടായി ആദ്യ ദിവസങ്ങളിൽ തിരച്ചിൽ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിരുന്നു എന്നുള്ള പരക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. 5 ദിവസങ്ങൾ കഴിഞ്ഞാണ് തിരച്ചിലിന് ഒരല്പമെങ്കിലും മാറ്റം വന്നത്. പക്ഷേ അപ്പോഴും പല കണക്കുകൂട്ടലുകളും തെറ്റി. കര കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. സമയം വളരെ വൈകിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പുഴക്കരയിൽ നിന്നും 20 മീറ്റർ അകലത്തിൽ 15 അടി താഴ്ചയിലാണ് ആ ലോറി കിടന്നിരുന്നത് എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായ വസ്തുതയാണ്. എങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ആ ട്രക്ക് സ്ഥിരീകരിക്കുമ്പോൾ ഇത് ഇനി എത്രയും പെട്ടെന്ന് കരയിലേക്ക് വലിച്ചടുപ്പിക്കുക, എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം മുങ്ങൽ വിദഗ്ധർ അവരുടേതായ തിരച്ചിലുകളും ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റേതെങ്കിലും രീതിയിലുള്ള സാധ്യതകൾ അർജുൻ ലോറിയുടെ ക്യാബിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടപ്പുണ്ടോ, അതോ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കുന്നതിനായി പുറത്തിറങ്ങിയ സമയത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എങ്കിൽ തിരച്ചിൽ ഇനിയും ദുഷ്കരമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് അവർ സ്വീകരിക്കേണ്ടത് ഏത് രീതിയിലായിരിക്കും? അടുത്ത നടപടികൾ ഏതു രീതിയിലായിരിക്കും സ്വീകരിക്കേണ്ടത്? തീർച്ചയായും അതിലത് പ്രധാനപ്പെട്ട നോക്കേണ്ട ആ കുടുംബത്തിന്റെ ഒരു വികാരം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. കാരണം അർജുനെ കാത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് 9 ദിവസമായിരിക്കുന്നു. ആ നിസ്സഹായതയുള്ള അച്ഛന്റെ ആ വാക്കുകൾ, അതോടൊപ്പം തന്നെ ദുഃഖം നിറഞ്ഞ അമ്മയുടെ വാക്കുകൾ, എപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭാര്യ, ഒന്നും അറിയാതെ നിൽക്കുന്ന ആ കുഞ്ഞ്, വലിയ രീതിയിലുള്ള ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ ഒരു വീട്ടിൽ അവരെല്ലാം തന്നെ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ എത്തിയ ജിതിനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും, മലയാളികളടക്കമുള്ള എല്ലാവർക്കും ഇവിടെ ഉള്ളത്. എന്തായാലും അർജുനെ ജീവനോടെ തന്നെ തിരികെ കിട്ടുമെന്നുള്ള ഏറ്റവും ഉത്തമമായ വിശ്വാസത്തിൽ തന്നെയാണ് അവരെല്ലാം ഉള്ളത്. ഈ അവസാന നിമിഷത്തിലും ആ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് അവർ കാത്തു വെക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു ചുറ്റുപാടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അർജുൻ മാത്രമല്ല, മറ്റു 2 പേർ കൂടി, അതായത് ലോറി ഡ്രൈവർമാരൊക്കെ തന്നെ ഏറെ സ്നേഹത്തോടെ വിളിക്കുന്ന ലക്ഷ്മണൻ അടക്കമുള്ള ആളുകളുടെ കാര്യങ്ങൾ കൂടി ഇവിടെ തിരക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നും ആദ്യം ഉണ്ടായത്. ഈ ഹൈവേയിലെ മണ്ണ് മാറ്റുന്ന ഒരു നടപടിക്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യമായ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള വീഴ്ച ആ തുടക്കത്തിൽ തന്നെ ഉണ്ടായി. ആ വീഴ്ചകൾ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, സൈന്യം അടക്കം എത്തിയിട്ട് പോലും അത് കൃത്യമായി തന്നെ ആ തുടക്കത്തിൽ ഉണ്ടായ വീഴ്ചകൾ തന്നെയാണ് ഇവിടെ അവർക്കെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടായത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ കരയിലെ മണ്ണ് സൈന്യം എത്തി മാറ്റിയെങ്കിൽ പോലും മറ്റു സാധ്യതകളിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വരികയും ചെയ്തിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങുതടിയായി ഇവിടെ എത്തുകയും ചെയ്തിരിക്കുന്നത്. ജിതിനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുക തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.